ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് ഞാൻ എൻ്റെ ഫോൺ നോക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് മുന്നേ ഉള്ള വീഡിയോസൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾ 2023 ഒരു വൺ ഡേ ട്രിപ്പ് പോയിരുന്നു. അതിൻ്റെ വീഡിയോസ് ഇങ്ങനെ കിടക്കുന്ന ഒരുപാട് സന്തോഷം തോന്നി. അതുപോലെ തന്നെയാണ് നമ്മൾ പഴയ ഫോട്ടോസ് അല്ലെങ്കിൽ പഴയ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഓർമ്മകളുണ്ടല്ലോ, അത് നമ്മളെ അങ്ങോട്ട് ആ ഓർമ്മകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുമല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ 2023 ഞങ്ങൾ പോയത് കുറ്റാലം തെങ്കാശിയാണ് കേട്ടോ. എല്ലാ ന്യൂ ഇയറിനും ഞങ്ങൾ അവിടെ തന്നെയാണ് പോകുന്നത്. പോയ സ്ഥലമാണെങ്കിൽ വീണ്ടും നമുക്കത് ഭയങ്കര സന്തോഷം തോന്നുന്നതാണ്. പക്ഷേ ഈ വർഷം പോയില്ല. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് 10th ആയതുകൊണ്ട് അവൾ തന്നെ പറഞ്ഞു, ഇപ്രാവശ്യം നമുക്ക് ടൂർ വേണ്ട, മാർച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. അത് പോയാലും ഞങ്ങൾ വൺ ഡേ ട്രിപ്പ് മാത്രമാണ് പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ അമ്പലങ്ങളിലൊക്കെ ആകുമ്പോഴത്തേക്ക് 2-3 ദിവസമൊക്കെ പോകാറുണ്ട്. അപ്പോഴും ഞങ്ങളിങ്ങനെ നമ്മൾ തെങ്കാശിയിലോട്ട് പോകുന്ന വഴി ഫസ്റ്റ് കുറ്റാലത്തോട്ടാണ് പോകുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ സരൻ ചില കൗണ്ടറുകളൊക്കെ അടിക്കുന്നുണ്ട്. ഭയങ്കര രസമായിരുന്നു അതൊക്കെ. ഇപ്പോഴും ഓർക്കുമ്പോൾ അതിന് നമ്മുടെ ആ വീഡിയോയിൽ നമ്മുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓരോന്നും മനസ്സിലാവും. അതിൻ്റെ ഇടയിൽ അവൻ കുറച്ച് തമാശകളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ അവന് പക്ഷേ ഈ വീഡിയോ ഫോട്ടോസ് ഒന്നും എടുക്കുന്ന അവനെ മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കും, പക്ഷെ അവനെ എടുക്കുന്നത് അവനിഷ്ടമല്ല. പക്ഷെ അവൻ അങ്ങനെ കുറേ നമ്മൾ ഈ വഴിയിലൂടെ പോകുമ്പോൾ പാടമൊക്കെ കാണുന്നുണ്ടായിരുന്നു. എന്താ നമ്മുടെ പുനലൂരോട്ട് എത്തുന്ന ഭാഗമൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴും അവൻ അവിടെ നിന്നിട്ട് പറയുന്നു, ഓ അച്ഛാ നോക്കച്ചാ മല മല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ മലയല്ലടാ കുന്ന് മിന്നാരത്തിലെ ഡയലോഗൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു പോകുന്നത്. ഭയങ്കര രസമായിരുന്നു. പിന്നെ കുറേ തുമ്പികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് തുമ്പികളെ. അപ്പോഴും അവൻ പറയുന്നുണ്ടായിരുന്നു, ആ ഒരുപാട് തുമ്പി നോക്കിയേ എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ വലിയ തുമ്പികൾ പാടത്ത് ആ ഭാഗത്തൊക്കെ ആയിട്ട്. പാടമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വരുന്ന വഴിയാണ് ഈ കാണുന്നത്. ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഈ പച്ചപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഓരോ ടെൻഷൻ, ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ലൈഫൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞു ടെൻഷനായാലും ചിലതൊക്കെ നമുക്ക് താങ്ങാൻ പറ്റില്ല. പിന്നെ ഇപ്പം കണ്ടില്ലേ സൗരചരിക്കുന്ന ഇതാണെങ്കിലും നമ്മുടെ സന്തോഷമല്ലേ. അമ്മ അവിടെ പുലിയുണ്ടോ, അവിടെ വലിയ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നു. അതൊക്കെ അത് ഡിലീറ്റ് ചെയ്യുന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ അവന് നമ്മൾ ഒത്തിരി കളിയാക്കി തമാശയൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചു, കുറേ ചിരിച്ചു കേട്ടോ. ഇടയ്ക്കൊരു കടയിലിറങ്ങി കാപ്പിയൊക്കെ കുടിച്ചിരുന്നു. പിന്നെ നമ്മൾ കുറ്റാലമൊക്കെ എത്താറായി. കുറ്റാലം എത്തി. അപ്പോഴും അച്ഛനും മോനും കൂടി ഫസ്റ്റ് അവർ നടന്നു. ഞങ്ങൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നടക്കുമായിരുന്നു, അവരുടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി, അവരുടെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിറയെ കടകളുണ്ടായിരുന്നു കേട്ടോ. അതിൽ ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നല്ല ലാഭം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മൾ കുറേ എന്ന് പറഞ്ഞാൽ ആ ഷോപ്പുകൾ മൊത്തം നമ്മളിങ്ങനെ വെറുതെ കണ്ട് നടന്നു. ഒരുപാട് സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നല്ല സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കരിപ്പട്ടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. പിന്നെ അങ്ങാടി മരുന്നുകൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവർക്ക് അച്ഛനും അവിടുന്ന് കുഞ്ഞു സാധനങ്ങളൊക്കെ അച്ഛനും മോനും കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഓരോ കടകൾ, നമ്മൾ കണ്ട കടകൾ തന്നെ വീണ്ടും കാണാനൊക്കെ ആയിട്ട് പോയിട്ട്, പിന്നെ ചുമ്മാ ഓരോന്നിൻ്റെയും വില, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണെങ്കിലും നമുക്ക് ഇങ്ങനെ ആണല്ലോ വില ചോദിക്കുന്നതിന് നമുക്ക് പ്രത്യേകം പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. നമ്മൾ സാധാരണ മലയാളികളൊക്കെ പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ ഓരോ കടകളിലൊക്കെ ചെന്നിട്ട് വീണ്ടും അതിൻ്റെ വില എന്താ, ഇതിൻ്റെ വില എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടെങ്കിലും ചുമ്മാ ഒരു ചോദ്യം. പിന്നെ നമ്മൾ ചില മാലകളൊക്കെ ഉണ്ടല്ലോ, നല്ല ഭംഗിയുള്ള മാലകൾ. അപ്പോഴങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ വീണ്ടും അമ്പലത്തിൻ്റെയൊക്കെ സൈഡിലൊക്കെ പോയി നിന്നു. പിന്നെ നമ്മൾ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ തെങ്കാശിയിലോട്ട് വന്നു, ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ആ റോഡ് സൈഡിലൊക്കെ അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്ത് രസമാണെന്ന് പറയാം, നല്ല മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരം. പിന്നെ അതിനുശേഷം നമ്മളിതാ കോയിൻ പൊറോട്ടയും അങ്ങനെ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അതിനകത്ത് കാടക്കോഴിയുടെ ഫ്രൈ,